ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ വീഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. റെട്രോ ട്രെയിലർ. അപ്പം സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ റെട്രോയുടെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 9.3 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് റെട്രോ ട്രെയിലർ എന്നത്. പക്ഷേ അപ്പോൾ ട്രെയിലറിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളി ട്രെയിലർ, അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫുൾ ആക്ഷൻ സീൻസും കാര്യങ്ങളും, കഥയൊന്നും നമുക്ക് പിടികിട്ടാത്ത ചില ട്രെയിലറുകൾ അങ്ങനെ ആയിരിക്കും. നമുക്ക് കഥയൊന്നും മനസ്സിലാകത്തില്ല. കാരണം കഥയൊന്നും പറയാത്ത, അല്ലെങ്കിൽ ചില ട്രെയിലറുകളിൽ കാണുമ്പോൾ നമുക്ക് കഥ മനസ്സിലാവും, എന്തായിരിക്കും കഥയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് കഥയൊന്നും പിടികിട്ടില്ല. അതുതന്നെയാണ് ഈ ട്രെയിലറിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. കാരണം കഥയൊന്നും പിടികിട്ടാതെ നമ്മൾ ഫ്രഷായിട്ട് പോയി സിനിമ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് പ്രേമത്തിൻ്റെ സംവിധായകൻ അൽഫോൺസ് പുത്രനാണ്. അപ്പോൾ ഇന്നലെ ചെന്നൈയിൽ റെട്രോയുടെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ അതിൽ അൽഫോൺസ് പുത്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാർത്തിക് സുബ്രാജ് അൽഫോൺസ് പുത്രനോട് നന്ദി പറയുന്നതൊക്കെ അതിൽ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അൽഫോൺസ് പുത്രനാണ് ട്രെയിലർ കട്ട് ചെയ്തതെന്ന്. അപ്പോൾ കാർത്തിക് സുബ്രാജ് നന്ദി പറയുകയുണ്ടായി. അപ്പോൾ സൂര്യയുടെ ഒരു കംബാക്ക് മൂവി ആയിരിക്കുമെന്നാണ് ഇത് തോന്നുന്നത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴൊരു അങ്ങനെയാണ് തോന്നുന്നത്, ഒരു 100% ഹിറ്റാകുമെന്ന് തോന്നുന്നു. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഒരു നല്ലൊരു ഹൈപ്പ്, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കുകയാണ് ഈ ട്രെയിലർ വന്നതിന് ശേഷം ആ ചിത്രത്തിനോട്. ഒരു 50-50 ഡൗട്ടായിരുന്നു എനിക്ക് ചിത്രം ട്രെയിലർ വരുന്നതിന് മുമ്പ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും തോന്നി ഇത് ഹിറ്റടിക്കാനുള്ളൊരു സംഭവം അതിനകത്തുണ്ടെന്ന് മനസ്സിലായി. ഏതായാലും ജോജുവിനെ കൂടാതെ നമ്മുടെ ജയറാമേട്ടനുണ്ട്, ജോജു ജോർജ് ഉണ്ട്. ജയറാമേട്ടൻ്റെ ജയറാമേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു കോമാളി പോലെയാണെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ജോജുവിൻ്റെ ഒരു മാസ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അൻപും അവനെ ഡാഡി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ അടിപൊളിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ട്രെയിലറിൽ. പിന്നെ നാസറുണ്ട്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. പിന്നെ നായിക പൂജ ഹെഡ്ജ്. ഓൾറെഡി കനിമ സോങ് വൻ വൈറലാണ്, വൻ ഹിറ്റാണ് കനിമ സോങ്. എവിടെ നോക്കിയാലും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ റീൽസാണ് കനിമ സോങ്സ്. പ്രത്യേകിച്ച് ആ ഡാൻസ്, കനിമ സോങ് പൂജയുടെ ആ ഡാൻസ് വളരെ വൈറലായിരുന്നു. ആ ഡാൻസാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല നല്ല പാട്ടുകളും, പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. നല്ല നല്ല പാട്ടുകളും നല്ല നല്ല ആക്ഷൻ സീനുകൾ, ട്രെയിലറിലുടനീളം ആക്ഷൻ സീനുകളാണ് കാണാൻ സാധിച്ചത്. പിന്നെ സൂര്യയുടെ പല പല ലുക്കുകളിൽ, പല പല കോസ്റ്റ്യൂമുകളിലൊക്കെ അദ്ദേഹം അടിപൊളിയായിട്ടുണ്ട്. ഈ ഏജിലും നല്ല ഫിസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം നല്ലൊരു കമ്പാക്ക് ആയിരിക്കും ചിത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നല്ലൊരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ചില ട്രെയിലറുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടു കളയാമെന്ന്. അങ്ങനെ സിനിമ കണ്ടു കളയാമെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ട്രെയിലറാണ് അണിയർ പ്രവർത്തകർ ഏതായാലും അൽഫോൺസ് പുത്രന് കട്ട് ചെയ്ത് പുറത്ത് വിട്ടതെന്ന് പറയാം. മെയ് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ചെന്നൈയിൽ ഇന്നലെ നടന്നു. അതിൽ സൂര്യയുടെ സ്പീച്ചൊക്കെ അടിപൊളിയായിരുന്നു. പൂജ ഹെഡ്ജിൻ്റെ ഡാൻസും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സൂര്യയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിയേറ്റർ ഹിറ്റായിരിക്കും ചിത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിന് ഒരു തിയേറ്ററിൽ ഒരു ഹിറ്റ് കിട്ടിയിട്ട്. ആ ഒരു കമ്പാക്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കങ്കുവയുടെ വൻ ഫ്ലോപ്പിന് ശേഷമാണ് അതിൻ്റെ ഒരു സിനിമ വരുന്നത്. ഏതായാലും നല്ലൊരു ചിത്രമാകും. കാർത്തിക് സുബ്രാജിൻ്റെ പടമായതുകൊണ്ട് തന്നെ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹം. നല്ലൊരു ചിത്രമാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കും ഒക്കെ കൊള്ളാമായിരുന്നു. കനിമ സോങ്ങൊക്കെ വൻ വൈറലാണ്. ഏതായാലും മെയ് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ട്രെയിലറിനെ കുറിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ട്രെയിലറാണ് അണിയർ പ്രവർത്തകർ പുറത്തു വിട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.